ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. ഓണം അജയൻ്റെ രണ്ടാം മോഷണം കൊണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കൊണ്ടുപോയെന്ന്. ഞാൻ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആണ് പടത്തിൽ. പടം ഡയറക്റ്റഡ് ബൈ ജിതിൻ ലാൽ. ബേസിലിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്ത പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് പടമാണ്. അതിൽ ഒരു കാര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും, അതായത് ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഈ പടം എടുക്കാൻ കാണിച്ച പുള്ളിക്കാരനെ ഗട്ട്സ് സമ്മതിച്ച് പറ്റത്തുള്ളൂ. അതാരും അങ്ങനെ ചെയ്യാറില്ല. അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ട്രെയിലർ കണ്ട അത്ര എഫക്ട്സ് ഒന്നും പടത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. 3D എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി പിള്ളേർക്ക് കാണാൻ പറ്റുന്ന കുറേ ആനിമേഷൻ 3D ആണ്, അല്ലാതെ സിനിമാറ്റിക് 3D ആയിട്ടൊന്നും ഇത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല. പിന്നെ ഇതിൽ ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ടൊവിനോയുടെ പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ല. നമുക്കറിയാം ടൊവിനോ കിടിലമായിട്ട് പെർഫോം ചെയ്യും, നല്ലപോലെ അഭിനയിക്കുന്ന ആളാണ് ടൊവിനോ. പിന്നെ ടൊവിനോയുടെ 50ാമത്തെ സിനിമയായിട്ട് പറയാനും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ദെൻ ബേസിൽ ഒക്കെ ഒഫീഷ്യൽ ആ ഒരു കോമഡിയൊക്കെ നല്ലോണം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ പുള്ളിക്കാരുടെ ക്യാരക്ടറാണ്. അതായത് സുരഭി ലക്ഷ്മിയുടെ ക്യാരക്ടർ ഒരു രക്ഷയില്ല. പുള്ളിക്കാരി ആ ഒരു ഓൾഡ് വെർഷനും ന്യൂ വെർഷനും പുള്ളിക്കാരി ചെയ്ത് വെച്ചേക്കുന്ന സാധനം ഒരു രക്ഷയില്ല. പുള്ളിക്കാരിക്ക് അത് പുൾ ഓഫ് പറ്റുന്ന പുള്ളിക്കാരി തെളിയിച്ചാണ്. പിന്നെ കൃതി ഷെട്ടി, നമുക്കെല്ലാവരും അറിയാം, ഭയങ്കര ക്യൂട്ടാണ്. ഭയങ്കര ക്യൂട്ടാണ് പുള്ളിക്കാരനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടെന്നല്ലാതെ സിനിമയിൽ ഒരു പ്രയോജനം എനിക്ക് തോന്നിയില്ല. പിന്നെ ഐശ്വര്യ രാജേഷിന് ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തോന്നൂല. പക്ഷെ ഒരു ചെറിയൊരു സീനുള്ളൂ, വന്നിട്ടങ്ങ് പോയി. പിന്നെ എടുത്തു പറയുന്ന കാര്യം മ്യൂസിക്കാണ് കേട്ടോ. മ്യൂസിക് എടുത്തു പറയണം. ദിബു നിനാൻ തോമസ്, ആക്ച്വലി പുള്ളിക്കാരൻ മുന്നേ വർക്ക് ചെയ്ത ചിത്ത എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളിക്കാരൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആസ് എ മ്യൂസിക് ഡയറക്ടർ. 2-3 പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്ത് പറയേണ്ടത് പുള്ളിക്കാരൻ്റെ BGM സ്കോർ. പാട്ടിൽ ഞാൻ സാറ്റിസ്ഫൈഡ്, അവസാനത്തെ 2 പാട്ടിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണൽ ഇഷ്ടപ്പെട്ട BGM സ്കോർ ആയിരുന്നു. അത് കിടിലമായിട്ട് BGM സ്കോർ ആ ഒരു സീനിനേക്കാൾ ഉപരി ഒരു പവർ BGM സ്കോറിന് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ. അതിന് കിടിലം സംഭവം തന്നെയാണ്, നിസ്സാര കാര്യമല്ല. പിന്നെ പടം റിട്ടേൺ ബൈ സുജിത് നമ്പ്യാർ. പടത്തിൻ്റെ സ്റ്റോറിക്ക് ഒരു പവർ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 3D ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല 3D എന്തിനു വെറുതെ ആക്കി. മര്യാദയ്ക്ക് 2D ഇച്ചിരി കൂടെ നല്ല സെറ്റായിട്ട് എടുത്തിരുന്നെങ്കിൽ കണ്ടല്ലോ, വേറെ ലെവൽ പിടിച്ചാൽ സത്യം പറഞ്ഞാൽ. പിന്നെ ഇതിൽ വേറൊരു സംഭവമുണ്ട്. നമുക്കറിയാം പടത്തിൻ്റെ നരേറ്റർ വന്നത് മോഹൻലാലാണ്. നിങ്ങൾ ആ മാർവലിൻ്റെ വാട്ട് ഇഫ് എന്ന് പറയുന്ന ആനിമേറ്റഡ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ വാച്ചറിൻ്റെ റോളാണ് മോഹൻലാൽ ഇത് ചെയ്തിട്ടുള്ളത്. അത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കണ്ടിട്ടുള്ള ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ള സ്പാർക്ക് എനിക്ക് അടിച്ചായിരുന്നു. ലാസ്റ്റ് എൻഡിങ്ങിലും അതേ സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, മോഹൻലാൽ പറയാൻ നേരത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്നൊക്കെ കറക്റ്റ് വാട്ടിഫിൻ്റെ എന്തൊക്കെയാണോ കാണുന്നത് അത് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളൊന്നും അത് കാണുന്നില്ല എന്ന് വിചാരിച്ച് വയ്ക്കരുത്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാമായിരുന്നു. അതിലൊക്കെയാണ് രാജമൗലി സമ്മതിക്കണം, പുതിയ സാധനങ്ങൾ കൊണ്ടുവരണതിന്. അപ്പം ഇതിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ പടം ബോറാണെന്ന് ചോദിച്ചാൽ പടം ബോറല്ല. പക്ഷേ ഫസ്റ്റ് ഹാഫൊക്കെ നല്ല ലാഗുണ്ട് കേട്ടോ. സെക്കൻഡ് ഹാഫിലും ഇച്ചിരി ലാഗുണ്ട്. ഒരു ഫീല് വരും, ലാഗിൻ്റെ ഒരു ഫീല് നമുക്ക് നല്ലോണം അടിക്കും. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ഭയങ്കര നല്ല ഒരു സ്ലോ പേസ് സ്റ്റോറിയാണ്. പക്ഷെ നല്ലോണം കൊണ്ടുപോവായിരുന്നു കേട്ടോ. അവസാനം ഞാൻ വിചാരിച്ചു സെക്കൻഡ് പാർട്ട് കൊണ്ടുവരാൻ പോവാണെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അവിടെ നിർത്തിയതിന് വളരെ നന്ദിയുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ഡയറക്ടറിനെ പറഞ്ഞുള്ളൂ. കാരണം ഇപ്പോൾ എല്ലാ പടത്തിനും സെക്കൻഡ് പാർട്ട് കൊണ്ട് ഇറക്കുമെങ്കിൽ ശരിയെന്ന് പറയാം. അതാണ് അവസ്ഥ. പിന്നെ വേറൊരു സെറ്റ് സംഭവമുണ്ട്. അതായത് ഇതിൻ്റെ 3D എഫക്ട്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ആനിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്സിനുള്ള ആനിമേഷൻ. അത് ഞാൻ പറയാനുള്ള കാര്യം വേറൊന്നുമല്ല. അത്ര 3D ഒക്കെ ആനിമേഷൻസുള്ള, അല്ലാതെ
ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു 3D സാധനങ്ങളും നമ്മുടെ കൈ കൊണ്ടുവരുന്നതോ കാലോ തലയോ ഒന്നും 3D അതിനകത്തില്ല. നമ്മൾ ആ ലാഗൊക്കെ ആ ഗ്ലാസ്സിലിരുന്ന് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആക്ഷൻ സീൻസിലും പിന്നെ ഇച്ചിരി തീ മാറുന്ന സീൻസിലും ഉള്ള 3D ഒക്കെ ഒന്നെല്ലാം വെളിയിൽ വരും, സാധനമൊക്കെ വെളിയിൽ വരും. പക്ഷെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീൽ തോന്നിയില്ല. പിള്ളേർക്ക് കാണാൻ പറ്റിയ ഒരു 3D എന്നെനിക്ക് തോന്നിയുള്ളൂ. കാരണം വേറെ ഒരു ഗുമ്മൊന്നും എനിക്ക് പടത്തിൽ ഫീൽ ചെയ്തില്ല സത്യം പറഞ്ഞാൽ. ഐ എം റിയലി ഡിസപ്പോയിൻറ്റ്. ഞാൻ ഇച്ചിരി ഡിസപ്പോയിൻ്റ് ആണ്. ഭയങ്കര ഡിസപ്പോയിൻ്റ് അല്ല, കുറച്ച് ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. ഇതൊരു ഒന്നാമത്തെ ടോവിൻ്റെ 50ാമത്തെ സിനിമയും കൂടെയാണ്. എനിവേ നമുക്ക് നോക്കാം എന്തായാലും. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത ഓണത്തിന് ഏത് പടം തൂക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. നമുക്ക് നോക്കാം. നാളെയും പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. സോ സീ യു ടുമോറോ. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC. എല്ലാം ആവട്ടെ. ബൈ.